1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ ദേശീയ ടീം ജേഴ്സിയിൽ കളിക്കാമെന്ന സൂപ്പർ താരം നെയ്മറിന്റെ മോഹങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പേശിപ്പരിക്കിനെ തുടർന്ന് താരത്തെ കൊളംബിയയ്ക്കും അർജന്റീനയ്ക്കുമെതിരായി വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കരിയറിലുടനീളം താരത്തെ പരിക്ക് വിടാതെ പിന്തുടരുകയാണെന്നും പറയാം. 2023 ഒക്ടോബറിൽ ഉറുഗ്വേക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് താരം ടീമിൽ നിന്നും പുറത്തായിരുന്നത്. കഴിഞ്ഞ ദിവസം പരിശീലകൻ ഡോറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ച 23-അംഗ ടീമിൽ നെയ്മറും ഇടം പിടിക്കുകയുണ്ടായി. മാർച്ച് 21 ബ്രസീലിയയിൽ കൊളംബിയയിൽ നേരിടുന്ന ബ്രസീൽ 25-ന് ബ്യൂണസ് ഐറിസിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയുമായിട്ടാണ് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത്. താരം ശരിക്കും തിരിച്ചുവരവിന്റെ പടിവാതിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ലോകത്തിന്റെ പ്രിയപ്പെട്ട ടീമിന്റെ ജേഴ്സി ധരിക്കാൻ ഇനിയും താരത്തിന് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ദീർഘനേരം ഒരുപാട് സംസാരിച്ചു. തിരിച്ചു വരാനുള്ള എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നിലവിൽ റിസ്ക് എടുക്കേണ്ടെന്നും പരിക്ക് പൂർണ്ണമായും ഭേദപ്പെട്ട ശേഷം മാത്രം മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് നെയ്മർ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുകയുണ്ടായി. ജനുവരിയിൽ തന്റെ ബാല്യകാല ക്ലബ്ബായ സാന്റോസിൽ നെയ്മർ തിരിച്ചെത്തിയിരുന്നു. എങ്കിൽ പോലും പരിക്ക് വീണ്ടും വില്ലനായി മാറുകയായിരുന്നു. മാർച്ച് 2-നാണ് അവസാനമായി നെയ്മർ സാന്റോസിയിൽ കളത്തിലിറങ്ങിയത്. ഫ്രഞ്ച് ക്ലബ്ബ് PSG-യിൽ നിന്ന് സൗദിയിലെ അൽ ഹിലാൽ ക്ലബ്ബിലെത്തിയെങ്കിലും പരിക്ക് കാരണം വെറും 7 മത്സരങ്ങൾ മാത്രമായിരുന്നു താരം അവിടെ കളിച്ചിരുന്നത്. പരസ്പര സമ്മതത്തോടെ കരാർ അവസാനിപ്പിച്ചപ്പോഴായിരുന്നു സാന്റോസിയിലേക്ക് നെയ്മർ തിരിച്ചു പോയിരുന്നത്. നെയ്മർ പരിക്കേറ്റ് പുറത്തു പോയതിനു ശേഷം ദേശീയ ടീമിന്റെ പ്രകടനം ശരാശരിക്കും താഴെയായിട്ടാണ് നിലനിൽക്കുന്നത്. സൂപ്പർ താരത്തിന്റെ ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ആരാധകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു നൽകിയിരുന്നതും. താരത്തിന്റെ അഭാവത്തിൽ റയൽ മാഡ്രിഡിന്റെ കൗമാര താരം എൻട്രിക്കിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗോൾ കീപ്പർ ഏഡേഴ്സ് ആണ് പകരം ലിയോണിന്റെ ലൂക്കാസ് ചെറിയയും ഡിഫൻഡർ ഡാനി ലോക്കും പകരം ഫ്ലമ്മിഗോയുടെയും അലക്സാൻഡ്രോയും ടീമിലെത്തിയിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ തപ്പിത്തടയുകയാണ് ശരിക്കും ടീം. നിലവിൽ 12 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആദ്യ 6 സ്ഥാനക്കാരാണ് നേരിട്ട് ലോകകപ്പ് യോഗ്യത പ്രധാനമായിട്ടും നേടുന്നത്.